അമ്മേ നാരായണ, ദേവി നാരായണ, എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദിവസഫലത്തിലേക്ക് കടക്കുകയാണ്. 27 നക്ഷത്രങ്ങളിലെയും ദിവസഫലമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം ഉണ്ടാകും. മനോവ്യാകുലത മാറും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സന്താന ശ്രേയസ് ഉണ്ടാകും. ധനലാഭം ഉണ്ടാകും. കൂടാതെ തന്നെ ആരോഗ്യപരമായി നല്ല ദിവസമായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കരാർ ജോലിക്കാർക്ക് സമയം ഗുണപ്രദമാണ്. പഠനം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. മനസ്സ് വെറുതെ കലുഷമാകും. വിദേശയാത്ര അടക്കമുള്ള തടസ്സങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. യാത്രാവേളയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തന്നെ യാത്രകൾക്ക് തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്നേ ദിവസം കാണുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പ്രതീക്ഷിക്കാത്ത ചിലരിൽ നിന്നും വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സ്ത്രീകൾ അപവാദം പറഞ്ഞു പരത്തുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട്. യാത്രകൾക്ക് തടസ്സം ഉണ്ടാകാം. വീട്ടിൽ നിന്നും അകന്നു താമസിക്കുവാൻ ഇടവരും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് അനുകൂലാവസ്ഥ ഉണ്ടാകാം. ഭാഗ്യപരീക്ഷണങ്ങൾ ഗുണകരമാകും. ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കാര്യങ്ങൾ വ്യക്തമായ ധാരണയിൽ എത്തിക്കുവാൻ സാധിക്കും. സഹായങ്ങൾ ധാരാളമായി ലഭിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനാകും. ഗുരുജനപ്രീതി ഉണ്ടാകും. ധനലാഭം ഉണ്ടാകും. ശ്രേയസ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കച്ചവടക്കാർക്ക് ഏറെ ഗുണപ്രദമായ ദിനമാണ്. എല്ലാറ്റിനോടും അമിതമായ താല്പര്യം തോന്നും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഊഹക്കച്ചവടക്കാർക്ക് ലാഭം ഉണ്ടാകും. ദേവാലയ ദർശനം നടത്തും. രോഗശാന്തി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അകന്നു നിന്നിരുന്ന കുടുംബജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും. യാത്രകൾ ഗുണകരമാകും. തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. വീട് പുതുക്കുവാൻ അനുയോജ്യമായ സമയമാണ്. സന്താനങ്ങളുടെ കഴിവുകളനുസരിച്ച് പ്രോത്സാഹനം നൽകുവാൻ കഴിയും. ഇഷ്ടമാംഗല്യ യോഗം കാണുന്നുണ്ട്. അടുത്തത് ചോതി നക്ഷത്രമാണ്. കലഹങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാകും. കാർഷിക മേഖല തൃപ്തികരമായിരിക്കും. ബിസിനസ് മെച്ചപ്പെടും. കലാപരമായി അനുകൂലമായ അവസ്ഥയായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. അകന്നു നിന്നവർ അനുകൂലികളാകും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ നേടും. കർമ്മരംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അന്യർക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വരും. പ്രണയബന്ധങ്ങൾ ഫലവത്താകും. കുടുംബ ഓഹരി പങ്കുവെക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായ ഐക്യത ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കാര്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഏറ്റ് നടത്തേണ്ടി വരും. അവ വിജയകരമാവുകയും ചെയ്യും. ഔഷധ സേവ നടത്തുവാൻ സാധിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ചതി, വഞ്ചന എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയും. അനാവശ്യമായി പണം ചിലവഴിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. സഹോദരന്മാർക്ക് ലഘു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശത്രുക്കളെ കരുതിയിരിക്കണം. മിത്രങ്ങൾ ശത്രുക്കളാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. വാക്കുകൾ കൊണ്ട് അബദ്ധങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ വർദ്ധിക്കും. പലവിധ വിഷമതകൾ, അതുപോലെ തന്നെ പൊള്ളൽ, പരുക്ക് എന്നിവ ഏൽക്കാതെ ശ്രദ്ധിക്കണം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അശുഭകരമായ വാർത്തകൾ ശ്രവിക്കേണ്ടി വരും. അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചിലവാക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ജോലിയിൽ സ്ഥാനമാറ്റത്തിനും മറ്റും സാധ്യത കാണുന്നുണ്ട്. അസ്വസ്ഥതകൾ ഉടലെടുക്കും. മുതിർന്നവർക്കും പിതൃതുല്യരായവർക്കും അരിഷ്ടതകൾ അനുഭവത്തിൽ വരും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ഗുരുജനപ്രീതി ഉണ്ടാകും. ധനലാഭം ഉണ്ടാകും. ഗൃഹനിർമ്മാണമോ മോടി പിടിപ്പിക്കലോ നടത്തുവാൻ ചിന്തിക്കുന്ന ദിവസമായിരിക്കും. അടുത്തത് പുരൂരുട്ട നക്ഷത്രമാണ്. സ്ഥാനമാനങ്ങൾ നേടും. ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ മാറും. ശമ്പള വർധനവ് കിട്ടാൻ യോഗം കാണുന്നുണ്ട്. ഇലക്ട്രോണിക് സാമഗ്രികൾ മാറ്റിവാങ്ങും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. മുൻപ് തീരുമാനിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുവാൻ അവസരം ഉണ്ടാകും. ബന്ധുബലം വർദ്ധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു തീരുമാനത്തിന് സാധ്യത കാണുന്നുണ്ട്. അയൽക്കാരുമായി ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും ശമനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.